ഹലോ എവ്രി വൺ. ഇന്നത്തെ വീഡിയോ ഒരു മീഷോ ഹോളാണ്. മീഷോയിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് ജ്വല്ലറീസ് ആണ് കാണിക്കുന്നത്. ഇതെല്ലാം തന്നെ ഒരു 200 റേഞ്ചിലുള്ളതാണ്. ഇപ്പം നമുക്ക് വിഷുവും വെഡ്ഡിങ് സീസണൊക്കെ വരുന്നത് കൊണ്ട് സാരി സൽവാറിൻ്റെ കൂടെ കുറച്ച് ഗ്രാൻഡായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ജ്വല്ലറീസ് ആണ് കാണിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഐ എം അശ്വതി ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഫസ്റ്റ് പീസ് ഒരു നെക്ലസും അതിൻ്റെ പെയറിംഗ് ഇയറിങ്സും ആണ്. കാണിക്കുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെയും പ്രൈസ് സ്ക്രീനിൽ കൊടുത്തേക്കാം ആൻഡ് എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. സോ ഫസ്റ്റ് പ്രോഡക്റ്റ് ഇതാണ്. ഒരു സിമ്പിൾ എന്ന വളരെ എലഗൻ്റ് ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ്. പിങ്ക് സ്റ്റോൺസ് ആണ്, വലിയ പിങ്ക് സ്റ്റോൺസ് ആണ് വരുന്നത് ആൻഡ് അതിൻ്റെ കൂടെ വൈറ്റ് ആൻഡ് ഗ്രീൻ സ്റ്റോൺസും ഗോൾഡൻ ഹാങ്ങിങ്സും ഉണ്ട്. ഒരുപാട് ഹെവി ആയിട്ടുള്ള ജ്വല്ലറീസ് ഇഷ്ടമല്ല, എന്നാൽ സിമ്പിളായിട്ട് എലഗൻ്റ് ആയിട്ട് സ്റ്റൈൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എന്തായാലും കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു പീസാണ്. ഇതിൻ്റെ കൂടെ തന്നെ പെയറിംഗ് ഇയറിങ്സും വരുന്നുണ്ട്. അതും ഈ സെയിം പാറ്റേണിൽ തന്നെയുള്ള ഇയറിങ്സ് ആണ്. സാരീസിൻ്റെയും സൽവാസിൻ്റെയും കൂടെ ഒക്കെ പെയർ ചെയ്യാനായിട്ട് ഒരു പെർഫെക്റ്റ് പീസാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പീസാണ്. ഈ ഒരു കളക്ഷനിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പീസാണ് ഈ ഒരു നെക്ലസ് ആൻഡ് ഇയറിങ്സ്. നെക്സ്റ്റ് പീസ് ഒരിക്കലും ഫീൽഡ് ഔട്ട് ആവാത്ത, നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു ജ്വല്ലറി പീസാണ് പാലക്കാമാല. എനിക്ക് ഗ്രീൻ കല്ല് വരുന്ന പാലക്ക മാങ്ങ മാലകളൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഒരുപാട് നാളെ ഇതുപോലത്തെ ഒരെണ്ണം മേടിക്കാനായിട്ട് ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുന്നു. ആൻഡ് മീഷോയിൽ ഒരു വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലാണ് ഇത് കിടക്കുന്നത്. എനിക്ക് പൊതുവേ വലിയ പാലക്കേനേക്കാളും ഒരുപാട് ഇഷ്ടം ചെറിയ കുറച്ച് കേർവ്ഡ് ആയിട്ടുള്ള പാലക്കയാണ്. ആൻഡ് എപ്പോഴും നമ്മൾ കാണാറുള്ളത് റെഡ് സ്റ്റോൺസ് ആയിരിക്കും ഇതിൻ്റെ പെയറിംഗ് ആയിട്ട്. ഈ ഒരു ഗ്രീൻ സ്റ്റോണിൻ്റെ കൂടെ റെഡ് സ്റ്റോൺസ് ആയിരിക്കും മിക്കവാറും പെയറിംഗ് ആയിട്ട് വരാറുള്ളത്. പക്ഷേ ഈ ഒരു പാലക്കയിൽ നമുക്കറിയാം പർപ്പിൾ കളറുള്ള സ്റ്റോൺസ് ആണ് വരുന്നത്. ആൻഡ് നമുക്ക് മാച്ചിങ് ആയിട്ടുള്ള ഇയറിങ്സും സെയിം പാറ്റേണിൽ തന്നെയുള്ള ഇയറിങ്സും നമുക്ക് അവൈലബിൾ ആണ്. ഒരിക്കലും ട്രെൻഡ് ഔട്ട് ആവാത്ത ഒരു ടെമ്പിൾ ജ്വല്ലറി എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു ജ്വല്ലറി എനിക്ക് തോന്നുന്നു മസ്റ്റാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട്. നമുക്ക് പെയർ ചെയ്ത അത്രയ്ക്ക് എലഗൻ്റ് ആയിട്ടുള്ളൊരു പീസാണ് ഈ ഒരു പാലക്കയുടെ പീസ്. നമ്മൾ മീഷോയിൽ നിന്ന് മേടിച്ച എല്ലാ പ്രോഡക്ട്സും ഒരു ബഡ്ജറ്റ് റേഞ്ചിലാണെങ്കിലും എല്ലാത്തിൻ്റെയും പാക്കിംഗ് ഇതുപോലെ ഒരു കണ്ടെയ്നറിൻ്റെ അകത്ത്, പ്ലാസ്റ്റിക് കണ്ടെയ്നറിൻ്റെ അകത്താണ് വരുന്നത്. അതിപ്പം ജിമിക്കി ആണെങ്കിലും ജ്വല്ലറീസ് അല്ലാതെ നെക്ക് പീസ് അങ്ങനെയാണെങ്കിലും. നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു ജിമിക്കിയാണ്. ഒരു ടെമ്പിൾ ജ്വല്ലറി, ആ ഒരു ട്രഡീഷണൽ പാറ്റേണിൽ തന്നെ വരുന്ന ഒരു ജ്വല്ലറിയാണ്. പക്ഷേ വളരെ എലഗൻ്റ് ആണ്. ജിമിക്കീസ് ഇഷ്ടമില്ലാത്ത പെൺകുട്ടികളില്ലാതെ അതിൻ്റെ കൂടെ ഇങ്ങനെ പ്യുവർ ഗോൾഡിലല്ലാതെ ആൻറ്റിക് ഗോൾഡ് ഫിനിഷിൽ ലക്ഷ്മി സരസ്വതി ദേവിയുടെ ഒക്കെ കാർവിങ്സ് ഉള്ളതാണെങ്കിൽ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇത് സരസ്വതി ദേവിയുടെ കാർവിങ്സ് ഉള്ളതാണ്. അതിൻ്റെ ഒരു ലോട്ടസ് ഷെയ്ഡൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ആൻഡ് ഈ ഒരു വൈറ്റ് ഹാങ്ങിങ്സും അതിനകത്ത് വരുന്ന സ്റ്റോൺസും എല്ലാം അതിൻ്റെ ഒരു ഭംഗി നന്നായിട്ട് കൂട്ടിയിട്ടുണ്ട്. ഒരുപാട് വെയിറ്റ് ഒന്നുമില്ല, അതുകൊണ്ട് നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് വിയർ ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ ആ ഒരു ഷെയ്ഡ് ഞാൻ പറഞ്ഞ പോലെ പ്യുവർ ഗോൾഡ് ഷെയ്ഡ് അല്ല, ഒരു ആൻറ്റിക് ഷെയ്ഡാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വിയർ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും. ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് പീസാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ശരിക്കും വെർത്ത് ഒരു പീസാണ് ഈ ഒരു ജിമിക്കി. നമ്മുടെ നെക്സ്റ്റ് പീസ് ഒരു ലോങ് ഹാരമാണ്. ലോങ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നല്ല ലോങ് ആൻഡ് ഹെവി ഒരു ഹാരമാണ്. നല്ലൊരു ഗോൾഡ് ഷെയ്ഡിൽ വരുന്ന, താഴെ ഒരു വലിയ ലോക്കറ്റും ഹാങ്ങിങ്സും ഒക്കെ വരുന്ന ഒരു ഹാരമാണ്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പെയറിംഗ് ആയിട്ട് ജിമിക്കി ഇയറിങ്സും വരുന്നുണ്ട്, റെഡ് സ്റ്റോൺസും ഈ ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ ഹാങ്ങിങ്സും ഉള്ളത്. ഒരു സാരിയുടെ കൂടെയൊക്കെ അമ്പലത്തിലോ ഒക്കെ പോകുമ്പോൾ സെറ്റുമുണ്ട് അതിൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ട് പെയർ ചെയ്യാൻ പറ്റും. നടുക്ക് നമുക്ക് ദൈവത്തിൻ്റെ ഒരു കാർവിങ്സ് ആയിട്ട് കാണാൻ പറ്റും. നടുക്ക് മാത്രമല്ല, ഈ ഒരു ഹാരത്തിൻ്റെ ഓരോ പോർഷനിലും നമുക്ക് ഈ ഒരു കാർവിങ്സ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പോയിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഒരു ഹാരമാണ്. അടുത്തതും ഒരു ജിമിക്കാണ്. നമ്മൾ നേരത്തെ കണ്ട അത്ര വലിപ്പമില്ല, എന്നാലും അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെ തോന്നിക്കുന്ന നല്ല സ്റ്റോൺ വർക്ക് വരുന്ന ഒരു ജിമിക്കിയാണ്. ഇതും റാണി പിങ്ക് സ്റ്റോൺസ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ റെഡ് ആയിട്ടായിരിക്കും തോന്നുന്നത്. റാണി പിങ്ക് ആൻഡ് ഗ്രീൻ സ്റ്റോൺസും ഗോൾഡ് ഹാങ്ങിങ്സും ആണ് വരുന്നത്. എടുത്തിരിക്കുന്ന എല്ലാ ജ്വല്ലറിയുടെയും മേളിൽ ഇങ്ങനെ ഒരു കാർവിങ്സ് വരുന്നുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഭംഗി എന്ന് പറയുന്നത്. ഇതും ഒരു പ്യുവർ ഗോൾഡ് ഷെയ്ഡ് അല്ല, ഒരു ആൻറ്റിക് ആൻഡ് റോസ് ഗോൾഡ്, അതിൻ്റെ ഒരു മിക്സാണ് ഈ ഒരു ജിമിക്കി.
ഇതും അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് നമുക്ക് പട്ടുപാവാടയുടെ കൂടെയോ സാരിയുടെ കൂടെയോ ഒക്കെ പെയർ ചെയ്യാൻ പറ്റിയ ഒരു പീസാണ്. അടുത്തത് നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഒരു ലോങ് ഹാരം തന്നെയാണ്, പക്ഷെ അതിന് നമുക്ക് പെയറിങ് ഇയറിങ്സ് ആയിട്ടില്ല. പേൾസിൻ്റെ ആണ് ചെയിൻ വരുന്നത്. ആൻഡ് താഴത്തേക്ക് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെൻഡൻ്റ് ആണ് വരുന്നത്. പെൻഡൻറ്റിൽ റാണി പിങ്ക് ആൻഡ് ഗ്രീൻ സ്റ്റോൺസും വൈറ്റ് ഹാങ്ങിങ്സും വരുന്നത്. ഇതും നിങ്ങൾ കാണുന്ന പോലെ ഒരു പ്യുവർ ഗോൾഡ് ഷെയ്ഡ് അല്ല, ഒരു ആൻറ്റിക് ടു റോസ് ഗോൾഡ് ഷെയ്ഡാണ്. ഒട്ടും വെയിറ്റ് ഇല്ല, നല്ല എലഗൻ്റ് ആയിട്ട് നമുക്ക് വിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഹാരമാണ്. നമ്മൾ ഇത്രയും നേരം കണ്ടതെല്ലാം തന്നെ കുറച്ച് ട്രഡീഷണൽ ഫെസ്റ്റീവ് വെയർ ആയിട്ടുള്ള ജ്വല്ലറീസ് ആയിരുന്നു. ഇനി കാണിക്കുന്ന 2-3 നമുക്ക് ഫെസ്റ്റിവൽസിന് മാത്രമല്ല, അല്ലെ കല്യാണത്തിന് മാത്രമല്ല, കുറച്ച് കാഷ്വൽ ആയിട്ടും വെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ജ്വല്ലറിയാണ് കാണിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് ഒരു ഇയറിങ്സ് തന്നെയാണ്. ഇത് ഈ ഒരു ഇയറിങ്സ് ഭയങ്കര ഒരു പ്രീമിയം ഫീൽ വരുന്ന ഒരു ഇയറിങ്സ് ആണ്. ഇതിൻ്റെ ഒരു സ്റ്റോൺസ് ആണെങ്കിലും ഡയമണ്ട്സിൻ്റെ ആ ഒരു ഫിനിഷും ആ ഒരു ഷൈനിങ് എഫക്റ്റും തരുന്ന സ്റ്റോൺസ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നടുക്ക് ചെറിയൊരു ദേവിയുടെ ഒരു കാർവിങ്സ് കാണാൻ പറ്റും. ഒരുപാട് വലിപ്പമില്ല, ഒരുപാട് വെയിറ്റും ഇല്ല, നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇയറിങ്സ് ആണ്. വളരെ എലഗൻ്റ് ആയിട്ടുള്ളൊരു ഇയറിങ്സ് ആണിത്. ഇതിൻ്റെ ആ ഒരു ഫിനിഷും ഈ ഒരു സ്റ്റോൺസിൻ്റെ ഷൈനിങ്ങും ഒക്കെയാണ് ഇതിന് ശരിക്കും ഒരു പ്രീമിയം ഫീല് തരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ വർത്തായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സ്മോൾ പീസാണ് ഈ ഒരു ഇയറിങ്സ്. നെക്സ്റ്റ് പീസ് വന്നിട്ട് നമുക്ക് ജിമിക്കിയായിട്ട് വേണമെങ്കിൽ കൂട്ടാം, എന്നാൽ അത്ര ഒരു ട്രഡീഷണൽ ലുക്ക് അല്ല, കുറച്ച് മോഡേൺ ഒരു ട്വിസ്റ്റ് ഉള്ള ഒരു ജ്വല്ലറിയാണ്, ഒരു ഇയറിങ്സ് ആണ് കാണിക്കുന്നത്. ഇതും വളരെ പ്രീമിയം ഫിനിഷാണ്. ആ സ്റ്റോൺസ് ഒക്കെ ആണെങ്കിലും നല്ലൊരു പ്രീമിയം സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ലെയർ ആയിട്ടുള്ള ഒരു ഡിസൈനും പിന്നെ ചെറിയൊരു കിലുക്കും ഉണ്ട്. നമുക്ക് കേൾക്കാൻ പറ്റുന്ന അറിയില്ല, ഒരു ചെറിയൊരു കിലുക്കും ഉണ്ട്. നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ഡ്രസ്സും ഏതൊരു ഒക്കേഷനിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പീസാണ് ഈ ഒരു ഇയറിങ്സ്. വളരെ ക്യൂട്ട് ആൻഡ് അഡോറബിൾ ആയിട്ടൊരു പീസാണ്. ഈ ഒരു കളക്ഷനിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പീസാണ് ഈ ഒരു ഇയറിങ്സ്. നമ്മുടെ കളക്ഷനിൽ ലാസ്റ്റ് പീസ് ഇതുവരെ നമ്മൾ കണ്ടതിൽ വെച്ച് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, വളരെ ഡിഫറെൻറ്റ് ഫീല് തരുന്ന ഒരു ജ്വല്ലറിയാണ്. നമ്മൾ ഇതുവരെ കണ്ടതെല്ലാം ഗോൾഡ് ബേസ്ഡ് ആയിരുന്നു അല്ലേ. ഇത് വന്നിട്ട് ഒരു റോസ് ഗോൾഡ് ആണ്, പക്ഷെ കൂടുതലും ഒരു സിൽവർ ടോണിലേക്ക് വരുന്ന നല്ല ഷൈനിങ് ആയിട്ടുള്ള ഒരു റൗണ്ട് ജ്വല്ലറിയാണ്, ഇയറിങ്സ് ആണ്. നമ്മുടെ ഡ്രസ്സ് ഇപ്പം ഒരു ഗോൾഡ് ഫിനിഷ് അല്ല, ഒരു സിൽവർ ഫിനിഷ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് നന്നായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ജ്വല്ലറിയാണ്. ഇതിൻ്റെ കൂടെ വലിയ നെക്ക് പീസ് ഒന്നും യൂസ് ചെയ്യാതെ ചെറിയ പെൻഡൻ്റ് ഒക്കെ മാത്രമായിട്ട് യൂസ് ചെയ്താൽ നന്നായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു പീസാണ് ഈ ഒരു ജ്വല്ലറി. നമ്മൾ ഈ വീഡിയോ കാണിച്ച ജ്വല്ലറീസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.